ഹലോ, എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇത് കണ്ടോ, കാന്താരി മുളക്. ഇത് നമ്മുടെ അയ്യത്തുനിന്ന് പറിച്ച കാന്താരി മുളകാണ് കേട്ടോ. കഴിഞ്ഞ 2 ദിവസം മുമ്പും ഇതുപോലെ തന്നെ ഞാൻ പറിച്ചു. ഇങ്ങനെ 2-3 ദിവസം കൂടുമ്പം ഇങ്ങനെ ഒത്തിരി കാന്താരി നമുക്ക് കിട്ടും. നമുക്ക് പല കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. കപ്പ വേവിക്കാനും ചക്ക വേവിക്കാനും ചമ്മന്തി അരയ്ക്കാനും പച്ചമുളകൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും നല്ലതുപോലെ നമുക്കിത് അരയ്ക്കാം. ഇത് ഒത്തിരി കൂടുതലാണെങ്കിൽ അച്ചാറിട്ട് വെക്കാം. ഇത് ഉണക്കി നമുക്ക് അരച്ചൊക്കെ വെക്കാം. പക്ഷേ ഞാൻ ഇന്നിപ്പം ഇത് ഇടാനുള്ള കാര്യം കാന്താരി മുളകിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയാനല്ല. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളുണ്ട് കേട്ടോ. ഗുണങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും. എന്നാൽ വേറൊരു ഗുണവും കൂടെ ഉണ്ട്. ഇതിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടിയത് കാരണമാണ് ഞാനിത് നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന്, ഈ കാന്താരി മുളക് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഈ കാന്താരി മുളക്, ഈ കാന്താരിയില്ലേ നമ്മുടെ അയ്യത്ത് കിളിച്ച് വന്നതാണേ. നമ്മുടെ അയ്യത്ത് കിളിച്ച് വന്നതെന്ന് വെച്ചാൽ നമ്മൾ നട്ടതല്ല. ഈ കാന്താരി കൊല പക്ഷികളില്ലേ, പക്ഷികൾ പലയിടത്തു നിന്നും കളക്ട് ചെയ്ത് അവർ പലയിടത്തും പോയി തിന്ന് വയറ് നിറഞ്ഞ് നമ്മുടെ പറമ്പിൽ കൂടെ വന്നൊക്കെ വിസർജിച്ച് വെക്കുമല്ലോ, അപ്പിയൊക്കെ ഇട്ട് വെക്കുമല്ലോ. അങ്ങനെ വന്ന് ഇട്ട് വെച്ച് ഇതിങ്ങനെ കിളുക്കും കാന്താരി. അങ്ങനെയാണ് കൂടുതലും കാന്താരി കൃഷി ചെയ്യുന്നവരല്ല, മിക്കവാറും വീടുകളിലൊക്കെ ഈ കാന്താരിയൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഈ കൊല്ല ഇങ്ങനെ നമ്മുടെ അയ്യത്ത് കിളിച്ച് വന്നു കേട്ടോ. കിളിച്ച് വന്നപ്പം നമ്മളതിനെ കുറച്ചുകൂടെ മണ്ണൊക്കെ ഇട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് വിളവ് നൽകി. അന്നേരമാണ് ഇത്രയും കായ്ച്ചതേ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പക്ഷികൾ പല സ്ഥലത്തു നിന്ന് പല പക്ഷികളാണ്. കരികലപ്പടയുണ്ട്, ഇരട്ടവാലൻ കിളിയുണ്ട്, പല തരത്തിലുള്ള പക്ഷികൾ പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ അയ്യത്ത് കൊണ്ടിട്ട്, പക്ഷേ ഇതിൻ്റെ ഫലം നമ്മൾ തന്നെയാണ് എടുത്തത് അല്ലേ. പലയിടത്തു നിന്നും കൊണ്ടുവന്നു, പക്ഷെ നമുക്കത് എടുക്കാനുള്ള യോഗം ഉണ്ടായി. അതുപോലെ ഇതിൽ നിന്ന് ഒരു ചെറിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചില ആൾക്കാരുണ്ട് പലയിടത്തു നിന്നും പല കാര്യങ്ങളും കളക്ട് ചെയ്ത് ഒന്നെങ്കിൽ അത് നമ്മളെ അടുത്ത് കൊണ്ട് എത്തിക്കും, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഇവിടുന്ന് കളക്ട് ചെയ്ത് വേറെ സ്ഥലത്ത് കൊണ്ട് എത്തിക്കും പല കാര്യങ്ങളും. ഓക്കെ, അപ്പം നമ്മളതിനെ ഒരു എന്നിട്ട് നമ്മളത് നമ്മുടെ ചെവിയിൽ അത് വന്നെത്തും പല വഴിയിൽ. അപ്പം നമ്മളതിനെ പോസിറ്റീവായിട്ട് ഏറ്റെടുത്താലില്ലേ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. അതിൻ്റെ പുറകെ നമ്മൾ പോകാതെ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളതിനെ എങ്ങനെ നോക്കിക്കാണണം, എങ്ങനെ നമ്മളതിനെ നോക്കിക്കാണുന്നു എന്നനുസരിച്ചായിരിക്കും അതിൻ്റെ ഫലം നമുക്ക് കേട്ടോ. അപ്പോൾ ഒരു പോസിറ്റീവ് അപ്രോച്ചോടെ കണ്ടാൽ ഈ കാന്താരി മുളക് നമ്മൾക്ക് ഈ കൊല്ലയുടെ ഗുണം നമുക്ക് കിട്ടുന്നത് പോലെ നമുക്ക് ഗുണം കിട്ടും. നമ്മളെക്കുറിച്ച് പറയുന്നതിനെ പറ്റി അവിടെ ഇവിടെ ഇരുന്ന ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ പോകാതെ അത് നമ്മുടെ അടുത്തെത്തുമ്പോൾ നമ്മളതിനെ ഒരു പോസിറ്റീവ് അപ്രോച്ചോടെ കണ്ട് നമ്മളും അങ്ങനെ ആകാതിരിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് നല്ലതായിരിക്കും എന്ന് പറയാനാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് കേട്ടോ. വലിയ മെസ്സേജൊന്നുമല്ല, എന്നാലും ഒരു നല്ലൊരു മെസ്സേജായിട്ട് എനിക്ക് തോന്നി. പലയിടങ്ങളിൽ നിന്ന് പല സ്ഥലത്തു നിന്ന് പക്ഷികൾ കളക്ട് കൊണ്ടിരുന്ന ഈ കാന്താരി കൊണ്ട് നമുക്കിപ്പോൾ ഇത്രയും ഗുണമുണ്ടായെങ്കിൽ നമ്മൾ പലയിടത്തും പോയി ഇരുന്ന് പലതും കളക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടാതിരുന്നാൽ നമുക്ക് ഗുണം കിട്ടും എന്ന് പറയാനാണ് കേട്ടോ.